ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതാപൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്വപ്നം കണ്ട കാര്യങ്ങളൊക്കെ കരുണനോട് പറയുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇവിടെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഇനിയിപ്പം കണ്ണനും മഹാലക്ഷ്മിയൊക്കെ എങ്ങനെയായിരിക്കും ജീവിക്കാമെന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് എൻ്റെ ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇത്രയും നേരമായിട്ടും ഇത്രയും സമയമായിട്ടും എൻ്റെ ഉണ്ണിയേട്ടൻ എന്നെ വിളിച്ചിട്ട് പോലുമില്ല. എൻ്റെ ഒരു ഭർത്താവ് അവൻ എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിച്ച് അവിടെ നിൽപ്പിക്കുന്നത് എന്നൊക്കെ എന്താണ് നമ്മുടെ പ്രതാപനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപനെ പറയുന്നുണ്ട്, പോട്ടെ മോളെ, സാരയില്ല, ഉണ്ണി എന്തായാലും വരും. ഉണ്ണി എന്ത് ചെയ്യും, നിന്നെ നന്നായി നോക്കുന്നതൊക്കെ അല്ലേ. അപ്പോൾ അവൻ എന്ത് ചെയ്യും, നിന്നെ എന്തെങ്കിലും തിരിച്ച് കൊണ്ടുപോകാനായിട്ട് വരും. നീ ഇപ്പോൾ പെട്ടെന്ന് വന്നത് കൊണ്ടായിരിക്കും അവൻ വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കരുണയ്ക്ക് അതൊന്നും മതിയാവുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഹാലക്ഷ്മി ഇത്രത്തോളം നല്ല രീതിയിൽ ജീവിക്കുന്നതോ, മഹാലക്ഷ്മിയും കണ്ണനും കൂടിയിട്ട് നല്ല രീതിയിൽ ട്രിപ്പൊക്കെ പോകുന്ന എന്ത് ചെയ്യുന്നില്ല, കരുണക്ക് തിരികെ സഹിക്കുന്നില്ല. കാരണം ഉണ്ണിയേട്ടൻ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കരുണനെ എവിടേക്കും കൊണ്ടുപോയിട്ടില്ല എന്നുള്ള പരാതി എന്തുണ്ട്, കരുണയ്ക്കുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എന്നെ ആ മനുഷ്യൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു ന്യൂ ഇയറിനോ ക്രിസ്മസിനോ ഒന്നും എവിടെ പോലും കൊണ്ടുപോയിട്ടില്ല. അഥവാ പോയെങ്കിൽ തന്നെ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ പോയി എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങുന്നതിൻ്റെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും. അതാണ് അയാളുടെ ട്രിപ്പ്. അയാൾക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാനോ എന്നെ നല്ല രീതിയിൽ ജീവിപ്പിക്കാനോ ഒന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ പ്രതാപൻ പറയുന്നുണ്ട്, മോളെ അതല്ല, ഞാൻ അച്ഛനോട് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്വപ്നം ഇല്ലേ, നിനക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സ്വപ്നത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, അതിൽ ആരാണോ വണ്ടി ഓടിച്ചത്, കണ്ണനാണ്. അപ്പം നിന്ന് നമ്മുടെ കരുണ പറയുന്നുണ്ട്, എൻ്റെ അച്ഛ ദയവ് ചെയ്ത് ഇങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും കാണില്ല, ഇപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്കിവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ കണ്ണൻ എങ്ങനെ കാലുകൾക്ക് ചലഞ്ച് തിരിച്ച് കിട്ടിയിട്ട് അയാളെങ്ങനെ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ മഹാലക്ഷ്മിയുടെ കണ്ണൻ്റെ ഒക്കെ അഹങ്കാരമൊക്കെ കൂടുതലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ സംസാരിക്കാനായിട്ട് ഗാർഡനിലൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ടുണ്ട്. ഭയങ്കര തണുപ്പാണെന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അവൻ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, പോവല്ലേടോ, നമുക്ക് ഇതിനെ കുറച്ച് നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഹി പറയുന്നുണ്ട്, അതെന്താ കണ്ണേട്ട അങ്ങനെ പറഞ്ഞത്, നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ട്രിപ്പൊക്കെ വരാമല്ലോ, ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ കാലുകളൊക്കെ ചലഞ്ച് തിരിച്ച് കിട്ടിയല്ലോ, ഇനിയിപ്പോൾ കണ്ണേട്ടനെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുമല്ലോ, അപ്പം എന്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതല്ല മഹി, നമ്മൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, നമ്മളെ ആക്രമിക്കാനും നമ്മളെ ഇല്ലാതാക്കാനും നമ്മുടെ ജീവനെ പോലും ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരൊക്കെ മറികടന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ വരാൻ പറ്റുമെന്ന് പറയുന്നത് കുറച്ച് അപൂർവ കാര്യങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നിൻ്റെ കൂടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മേഘനാഥനെ കണ്ടതാണ്. ഇനിയിപ്പോൾ അവനെങ്ങാനും ഇവിടെ നമ്മളുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, അവൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും എല്ലാവരും മാറും. അത് പിന്നെ നമുക്ക് തന്നെ ഒരു ഭീഷണിയായിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതും ശരിയാണെന്നാൽ പിന്നെ നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കണ്ണനെയും കൂട്ടിയിട്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, മേഘാതനെ കാണുന്നുണ്ട്. മേഘാതനെ കണ്ടപാടാണെങ്കിൽ വേഗം തന്നെ ഇവർ റൂമിലേക്ക് പോകുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മി മേഘാതനെ കണ്ടു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ മേഘാതൻ എന്നിട്ട് കുടിച്ച് മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ മേഘാതന് ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ വലിയ രീതിയിൽ മനസ്സിലാവുന്നൊന്നുമില്ല, ആൾക്കാരൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എഴുതിയിട്ടുണ്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വേഗം തന്നെ റൂമിലേക്ക് പോയിട്ട് അനന്തുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എടാ അനന്തു, നമ്മളുള്ള അതേ ഹോട്ടലിൽ തന്നെയാണ് മേഘാതന് റൂം എടുത്തിട്ടുള്ളത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എന്താ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അനന്തു പറയുന്നുണ്ട്, എടാ എന്തായാലും പേടിക്കണ്ട, അവൻ എന്തായാലും കുടിച്ച് നല്ല ഓഫായിരിക്കും, അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, നിന്നെയും മഹിനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല, നമുക്ക് എന്താ നാളെ നേരത്തെ അങ്ങ് പോവാം, ഇനിയിപ്പോൾ അവൻ്റെ കണ്ണിലേക്ക് പെടണ്ട, ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണ്ട, കൂടുതൽ വഷളാക്കേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എപ്പിസോഡ് പ്രമോയിലേക്കുള്ളത്. ഇനിയിപ്പോൾ ഇവർ തിരിച്ച് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആയിരിക്കും കമലേശ്വരത്തൊക്കെ ഉണ്ടാവുക, ഇനിയിപ്പോൾ കരുണയുടെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.